ഇന്ന് ട്രാൻസ്ഫോമറിന്റെ രണ്ട് വർക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ തരാം. ഇൻപുട്ട് സപ്ലൈ, അതായത് നമ്മൾ ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്ന പോയിന്റ് ഇൻപുട്ട് സപ്ലൈയും എടുക്കുന്ന പോയിന്റ് നമുക്ക് കിട്ടുന്ന പോയിന്റ് ഔട്ട്പുട്ട് സപ്ലൈ ആണ് ഇവിടെ ഉള്ളത്. 3 kVA ഒരു ട്രാൻസ്ഫോമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 ട്രാൻസ്ഫോമർ നമുക്ക് വേണം. ഇപ്പോൾ ട്രാൻസ്ഫോമർ ഇൻ സീരീസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഇൻ പാരലൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ട്രാൻസ്ഫോമർ വേണം. ശ്രദ്ധിക്കേണ്ട കാര്യം 2 ട്രാൻസ്ഫോമറും ഒരേ റേറ്റിംഗിലുള്ളതായിരിക്കണം എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇൻപുട്ട് സപ്ലൈ നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ കൊടുക്കും. അതിനുവേണ്ടി 2 കണക്ഷൻ ഡയഗ്രാം ഉണ്ട്. ഒന്ന് ട്രാൻസ്ഫോമർ ഇൻ സീരീസ് എന്നുള്ളതിന്റെ കണക്ഷൻ ഡയഗ്രാം, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഫോമർ ഇൻ സീരീസ് ഒരു HT സൈഡ് ഉണ്ട്. HT സൈഡ് എന്താണ്? ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ. LT സൈഡ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് ട്രാൻസ്ഫോമർ സൈഡാണ്. നമ്മൾ സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷൻ നമ്മൾ പഠിച്ച സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റത്തെ സ്റ്റാർട്ടിംഗ് എൻഡും അടുത്ത പോയിന്റിന്റെ ഫിനിഷിംഗ് എൻഡും തമ്മിലാണ് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എൻഡ് അല്ലേ? ഇതാണ് അതിന്റെ ഫസ്റ്റ് എൻഡ്, ഇതാണ് സെക്കൻഡ് എൻഡ്. സെക്കൻഡ് എൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്ത ട്രാൻസ്ഫോമറിന്റെ ഫസ്റ്റിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് എൻഡ് അടുത്തതിന്റെ ട്രാൻസ്ഫോമറിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന വര, ഈ വരയും നമ്മൾ എന്തിനാ കൊടുത്തിരിക്കുന്നത്? വോൾട്ടേജ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വോൾട്ടേജ് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പൊ ഞാനിവിടെ കൊടുക്കുന്നത് 0-ഉം 115-ഉം ആണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫോമറിൽ കൊടുക്കുന്ന സമയത്തും 0-ഉം 115-ഉം ആണ് കൊടുക്കുക. അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്ത് സംഭവിക്കും? ആഡ് ആവും. അപ്പോൾ 115 + 115 എന്ന് പറയുന്നത് എത്രയാണ്? 230 വോൾട്ടാണ്. അപ്പൊ സീരീസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 230 വോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്. ഇനി 2 ട്രാൻസ്ഫോമർ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളൊരു ബൾബിന്റെ കേസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പാരലലിൽ കണക്ഷൻ ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്താണ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. എന്തായിരിക്കും വോൾട്ടേജ്? വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. എപ്പോ? നമ്മൾ അതിൽ കൊടുക്കുന്ന ലോഡ് അനുസരിച്ച് ഈ പറയുന്ന വോൾട്ടേജിൽ ഈ പറയുന്ന കറണ്ടിൽ വ്യത്യാസം വരും. ലോഡിനനുസരിച്ച് കറണ്ടിൽ വ്യത്യാസം വരും. ഏതില്? പാരലൽ കണക്ഷനിൽ. പക്ഷെ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സീരീസ് കണക്ഷൻ ആകുമ്പോൾ വോൾട്ടേജ് ഡിഫറൻറ്റും കറണ്ട് എന്തായിരിക്കും? ലോഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആണോ? തിയറി കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ. ട്രാൻസ്ഫോമർ ആയാലും ഏതൊരു കണക്ഷൻ ആയാലും അത് തിയറി കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് മനസ്സിലാവുക. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോമർ, നമുക്ക് ഇതിനെ എന്ത് പറയാം? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയാം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയാം. എന്ത് ചെയ്താൽ മതി? ഞാൻ ആദ്യം പറഞ്ഞു പ്രൈമറി സൈഡിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്, സെക്കൻഡറി സൈഡിലാണ് നമ്മൾ സപ്ലൈ എടുക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുകയെന്ന് വെക്കുക. പ്രൈമറിയിൽ നമ്മൾ എന്ത് ചെയ്തു? സപ്ലൈ കൊടുക്കാണ്ട് സപ്ലൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് എന്തായി? അതായത് കുറഞ്ഞ വോൾട്ടേജ് സപ്ലൈ കൊടുത്തിട്ട് കൂടുതൽ വോൾട്ടേജ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയാം. കുറഞ്ഞിട്ടുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ കൂട്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ അതിനെന്ത് പറയാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയാം. ഓക്കെ, കൂടുതൽ വോൾട്ടേജ് കൊടുത്തിട്ട് കുറവ് വോൾട്ടേജ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെന്താ പറയാ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയാം. ഓക്കെ, വർക്ക് അതല്ല. അപ്പൊ അതുകൊണ്ട് പരിമിതികളുണ്ട്. അതുകൊണ്ട് ഞാൻ വർക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ വർക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ ചെയ്തതിന് ശേഷം ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോമറിന്റെ കണക്ഷനാണ്. ഇത് മുകളിൽ നിന്ന് നിങ്ങൾ നോക്കുക. ഇൻപുട്ട് സപ്ലൈ
അടുത്ത ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് സപ്ലൈ എങ്ങനെ കണക്ഷൻ ചെയ്യും? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് ഇതിന്റെ 0 പോയിന്റ്, ഇതാണ് ഇതിന്റെ 230 പോയിന്റ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ കണക്ഷനിൽ പോലെ സീറോ ഫേസിലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ഷൻ ബോർഡാണ്, ഇതാണ് 0 എന്നുള്ള പോയിന്റ്. ഈ പോയിന്റ് നമ്മൾ നേരെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ 0 അടുത്ത 0 കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? നമുക്ക് കൃത്യമായിട്ടുള്ള വോൾട്ടേജ് 2 ട്രാൻസ്ഫോമറിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 0 എന്ത് ചെയ്തിട്ടുണ്ട്? ഷോർട്ട് ചെയ്തിട്ട്, അതായത് ഈ പോയിന്റ് 0 അതായത് നമ്മൾ ഇൻപുട്ട് സപ്ലൈ അത് രണ്ടും കൂടി ഷോർട്ട് ചെയ്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഫേസിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഫേസ്, ഈ പോയിന്റ്. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് 230 എന്നുള്ള പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈമറി ട്രാൻസ്ഫോമറിന്റെ 230 എന്നുള്ള ഒരു പോയിന്റ് ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന സപ്ലൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രൈമറി സൈഡിന്റെ കണക്ഷൻ. ഇനി സെക്കൻഡറി സൈഡിന്റെ ഞാൻ കാണിച്ചു തരാം. സെക്കൻഡറി സൈഡിന്റെ കണക്ഷൻ വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ പോയിന്റ് എടുത്തു, ആദ്യത്തെ പോയിന്റ് എന്ത് ചെയ്തു? രണ്ടാമത്തെ സെക്കൻഡ് എൻഡിലോട്ട് പോയി. സെക്കൻഡ് എൻഡിലോട്ട് പോയി എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിംഗ് എൻഡും ഫിനിഷിംഗ് എൻഡും, ഒരു ട്രാൻസ്ഫോമറിന്റെ സ്റ്റാർട്ടിംഗ് എൻഡും അടുത്ത ട്രാൻസ്ഫോമറിന്റെ ഫിനിഷിംഗ് എൻഡും കൂടിയിട്ടാണ് എന്ത് ചെയ്യുക? സീരീസ് കണക്ഷനിൽ സപ്ലൈ കൊടുക്കുക. സ്റ്റാർട്ടിംഗ് എൻഡ് നമ്മൾ വോൾട്ട് മീറ്ററിക്ക് കൊടുത്തു, രണ്ടാമത്തെ എൻഡ് എന്ത് ചെയ്തു? അടുത്ത സ്റ്റാർട്ടിംഗ് എൻഡിലോട്ട് കൊടുത്തു, മൂന്നാമത്തെ പോയിന്റ് വീണ്ടും വോൾട്ട് മീറ്ററിക്ക് കൊടുത്തു. ഇവിടെ നമ്മളൊരു വോൾട്ട് മീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വോൾട്ട് മീറ്റർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം സ്കെയിൽ ഡിവിഷൻ 150, 300, 600 നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 240 അല്ലെങ്കിൽ അതിന്റെ എബോ ആണ്, അല്ലെങ്കിൽ 230 ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കണക്ഷൻ എന്തിൽ കൊടുക്കണം? അതിന്റെ മാക്സിമത്തിലോട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന 300 നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന റീഡിങ് എന്ത് ചെയ്യണം? 300 കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ഡിവിഷൻ 150 അല്ലേ? 300 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 150 × 2 300 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടുന്ന റീഡിങ്ങിന് എന്ത് ചെയ്യണം? × 2 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് നമുക്ക് കിട്ടും. എവിടെ? സെക്കൻഡറി സൈഡിൽ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ സെക്കൻഡറി സൈഡിന്റെ ഫസ്റ്റ് എൻഡും രണ്ടാമത്തെ ട്രാൻസ്ഫോമറിന്റെ ഫിനിഷിംഗ് എൻഡും തമ്മിൽ കണക്ഷൻ പോയി. ഇതാണ് ആ കണക്ഷൻ, ഫസ്റ്റ് കണക്ഷൻ. ഇത് ഞാൻ പഠിച്ചിരിക്കുന്ന പോയിന്റ്. രണ്ടാമത്തെ സ്റ്റാർട്ടിംഗ് എൻഡിന്റെ സെക്കൻഡും വോൾട്ട് മീറ്റർ, നമുക്ക് വോൾട്ടേജ് അറിയാൻ വേണ്ടിയിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസ്ഫോമറിന്റെ ഒരു കണക്ഷൻ നമ്മൾ വോൾട്ട് മീറ്ററിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി റീഡിങ്ങിൽ വേരിയേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന് അനുസരിച്ചായിരിക്കും. എപ്പോഴും ഒരു ട്രാൻസ്ഫോമർ ഒരേ ലെവലിൽ വർക്ക് ചെയ്യണമെന്നില്ല. കാരണം എന്താണ്? ലോസസ് എന്ന് പറയുന്ന സംഭവങ്ങൾ ട്രാൻസ്ഫോമറിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വോൾട്ടേജിൽ വേരിയേഷൻ വരാം. എന്നിരുന്നാലും ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും ഈ പറയുന്ന 2 ട്രാൻസ്ഫോമറിന് ഉണ്ടാവുക. വോൾട്ടേജ് വേരിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിലുള്ള ലോസ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സപ്ലൈ ഓൺ ചെയ്യാം. സപ്ലൈ ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് അതിനെക്കുറിച്ച് മനസ്സിലാവുക. ഇത് എത്രയാണ് റീഡിംഗ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആ റീഡിംഗ് × 2 ചെയ്താൽ ഈ പറയുന്ന സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കിട്ടുമെന്നുള്ളതാണ്. ഇത് എത്രയാന്നുള്ളത് നിങ്ങൾ നോക്കണം.